ഒരു സർക്കാർ പരാജയപ്പെട്ടപ്പോൾ ഒരു MLA മാത്രമായിരുന്ന VD സതീശൻ സ്വന്തം മണ്ഡലത്തിലെ മനുഷ്യർക്ക് രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ കൊടുത്ത സഹായത്തിന്റെ പേരാണ് പുനർജനി. ₹1 നേരിട്ട് കൈപ്പറ്റിയിട്ടില്ല. സഹായം വേണ്ട ആളുകളെയും സഹായിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളെയും നേരിട്ട് കണക്ട് ചെയ്യുന്നു, അവർ തമ്മിൽ സഹായിക്കുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഈ സർക്കാർ നടപ്പാക്കാൻ പറ്റും. സർക്കാർ പലിശരഹിത വായ്പ കൊടുക്കുന്നു പറഞ്ഞു, പലിശയ്ക്ക് വായ്പ കൊടുക്കുന്നൊക്കെ പറഞ്ഞു. പ്രളയത്തിൽപ്പെട്ട മനുഷ്യർ കേരളത്തിൽ തന്നെത്താൻ പണിയെടുത്താണ് അതിജീവിച്ചത്. സർക്കാർ ഒരു സഹായം ചെയ്തിട്ടല്ല. അപ്പോഴാണ് 300 ചില്ലാൻ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന, ആയിരക്കണക്കിന് ആളുകൾക്ക് തയ്യൽ മെഷീൻ കൊടുക്കുന്ന, ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പഠനോപകരണം കൊടുക്കുന്ന, ലാപ്ടോപ്പ് കൊടുക്കുന്ന, നോട്ട് പുസ്തകം കൊടുക്കുന്ന, ജീവിതോപാധികളായിട്ട് പശുവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന, ചെറുകിട വ്യാപാരത്തിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ്. പുനർജനി പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഏജൻസികളെ വിടുമ്പോൾ കേരളത്തിലെ ധനകാര്യ വകുപ്പ്, സാമൂഹ്യക്ഷേമ വകുപ്പ് ആ പ്രോജക്റ്റ് ഒന്ന് പഠിക്കുകയും കൂടി ചെയ്യുന്നതല്ല, സർക്കാരിന് നടപ്പാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ ഇതെല്ലാം അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾക്കിത് അലങ്കാര. VD സതീശൻ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുക ചെയ്ത്. പിണറായി വിജയന് ആർജവം ഉണ്ടോ CBI കേസിൽ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യാൻ? പിണറായി വിജയന് ആർജവം ഉണ്ടോ ആ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിൽ 38 തവണ ലാവ്ലിംഗ് കേസിൽ ഹാജരാകാതെ സുപ്രീം കോടതി ഒളിച്ചു കളിക്കുന്നത്? ഹാജരാകാൻ പറയാൻ പിണറായി വിജയന് ആർജവം ഉണ്ടോ? മകളുടെ മാസപ്പടി കേസ് ഒന്ന് അന്വേഷിക്കാൻ പറയാൻ ആർജവം ഉണ്ടോ? മകന് കിട്ടിയ ED നോട്ടീസിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ? നിർമ്മല സീതാരാമന് ആർലേക്കർ എന്ന ഗവർണറുടെ മധ്യസ്ഥതയിൽ കണ്ട് സംസാരിച്ച് എന്തിനെ കുറിച്ചാന്ന് പറയാൻ ഉണ്ടാവില്ല. കരുവന്നൂരിലെ കള്ളസഖാക്കന്മാരെ കുറിച്ചിട്ട് മിണ്ടാൻ ധൈര്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കേസ്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ 112 ദിവസം ജയിലിൽ കിടന്ന് എന്തിന്റെ പേരില്ല? ലൈഫ് മിഷൻ കേസില്ല അല്ലേ? വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് ഇപ്പോഴും പണി തുടങ്ങിയിട്ടില്ല. അവിടെ ആ പില്ലറും ബീമും മാത്രമേ ഉള്ളൂ. തൊടുപുഴയിൽ ഇവർ പണിതുയർത്ത ലൈഫ് മിഷൻ ഫ്ളാറ്റ് പൊട്ടിച്ചോർന്നൊലിക്കുക. കൊച്ചിയിൽ പണിതതും അങ്ങനെ തന്നെ. അപ്പോൾ ലൈഫ് മിഷൻ ഇവിടെ പാതി വഴിയിൽ കിടക്കുമ്പോൾ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അഴിമതിയിൽപ്പെട്ട് പകുതി വഴി കിടക്കുമ്പോൾ VD സതീശൻ സ്വന്തം മണ്ഡലത്തിലെ മനുഷ്യർക്ക് വീട് ഒരുക്കി കൊടുത്ത പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോവുക. എന്താ ഇവരുടെ ആക്ഷേപം? അഴിമതി നടന്നിട്ടുണ്ടെന്നാണോ? ആഭ്യന്തര വകുപ്പ്, വിജിലൻസ് എല്ലാ സംവിധാനം ഇവരുടെ കയ്യിലല്ലേ? അന്വേഷിച്ച് നടപടി എടുക്കട്ടെ എന്നേ. ഇലക്ഷന് 3 മാസം ഉള്ളപ്പോഴല്ലല്ലോ നടപടി എടുക്കേണ്ടത്.